ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവിൽ വിട്ട് ഇത്തിരി നേരത്തെ എണീറ്റു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, നാളെ ഒരു യാത്രയുണ്ട്, പോയി വന്നിട്ട് പറയാം വിശേഷങ്ങളെന്ന്. അപ്പോൾ ഇന്ന് ദേ പോയി വന്നു. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് പറയാമല്ലോ, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെ നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നടന്നതിന് ശേഷം പറയല്ലേ നല്ലത്. അങ്ങനെ പതിവുമ്പടി ഇതേ രാവിലെ എണീറ്റു. അപ്പോൾ അത് സാധാരണ നിങ്ങൾ രാവിലെ എണീറ്റ് ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കുട്ടികളുടെ 3 പേരുടെയും ബഹളമാണ് കേൾക്കാറ്. അവരുടെ വണ്ടിയും ഓട്ടവും ബഹളമാണ്. പക്ഷേ ഇന്ന് വളരെ സൈലൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ ആരും എണീറ്റിട്ടില്ല, 3 പേരും എണീറ്റിട്ടില്ല. അപ്പോൾ ഡാഡി മാത്രമാണ് എണീറ്റത്. ഡാഡി പതുക്കെ എന്നെ വിളിച്ചു, യാത്ര ഉള്ള കാരണം എന്നെ വിളിച്ചു. അപ്പോൾ അത് ഡിമ്പിളിനെ വിളിച്ചു. ഡിമ്പിളിനോട് വേഗം ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു, കാരണം പാച്ചു എണീക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ വന്നപ്പോഴേക്കും ഡാഡി പതിവുമ്പടി കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, രാവിലെ കട്ടൻ വെക്കുന്ന പണി ഡാഡിയുടെയാണ്. അപ്പോൾ ഡാഡി മാത്രമേ കഴിക്കാറുള്ളൂ. ഇപ്പോൾ ആരാണ് പിന്നീട് വരുന്നത് അവരും കഴിക്കും. ചിലപ്പോൾ ഡൗണാവും, ഞാൻ അവിടേക്ക് എത്താറില്ല ആ സമയത്തൊന്നും. അങ്ങനെ പതിവ് പോലെ തിരിയൊക്കെ കത്തിച്ച്, അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇപ്പോഴും വന്ന് ഞങ്ങളും ഇതുപോലെ മാതാവിനെ തിരി കത്തിച്ച് തുടങ്ങി, മാതാവിൻ്റെ രൂപം വെച്ച് തുടങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പ്രത്യേകിച്ച് ഈ മാസം മാതാവിൻ്റെ മാസമാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ എല്ലാ ഭാഗങ്ങളും നോക്കി വെള്ളമൊക്കെ നിറച്ച് ഫ്രിഡ്ജിൽ വെച്ച്, നമ്മളുടെ രാവിലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളുണ്ടല്ലോ. അപ്പോൾ കാപ്പിക്ക് ഞാൻ ഇന്ന് കുഴലപ്പം, അറിയാം നിങ്ങൾക്ക്, ഞാൻ കുഴലപ്പം തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഒരു കുഴലപ്പമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു വേണ്ട ഇന്ന്. കാരണം ഞാൻ 9:30, ഞാൻ എന്നല്ല, ഡാഡി ആയാലും ഡിംപിളായാലും 9:30-10 മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ കുട്ടികളൊക്കെ പോയിട്ടാണ് കഴിക്കാറ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഇത്രയും നേരത്തെ ആകുമ്പോൾ നമുക്കത് പറ്റാറില്ല. അപ്പോൾ ഡിവൈൻ എണീറ്റു, ഡിംപിൾ ഇതേ പോകാനായിട്ട് ഒരുങ്ങണു, പാച്ചുട്ടൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവിടെ ഡിമ്പിളുടെ റൂമിൽ കണ്ടറിയാം, അവിടുത്തെ ബെഡ്, പുതിയ ബെഡ് എടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം ഇന്നലെ ഇവിടേക്ക് എടുത്തിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പാച്ചുട്ടൻ ഉറക്കത്തിൽ ചാടി എണീറ്റിട്ട് ഇറങ്ങുമ്പോൾ അവൻ വീഴുന്നു. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഇവിടേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല, ഹൈറ്റ് ഉണ്ട്, കുട്ടികൾക്ക് കയറാനായിട്ട് ഒരു ഇത്തിരി പാടുണ്ട്. ഒന്നോർക്കുമ്പോൾ നല്ലതാണ്, അപ്പോൾ വലിച്ചിടില്ലല്ലോ, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ബെഡുമ്മയാണ് ഇവരുടെ കളി മുഴുവൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോകാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഡിവൈനോട് ഇങ്ങനെ വിശേഷങ്ങൾ പറയാണ്. അപ്പോൾ ഡിവൈനോട് ഡിംപിൾ പറഞ്ഞേൽപ്പിക്കുക പാച്ചുവിൻ്റെ കാര്യവും പോയി വരേണ്ട കാര്യങ്ങളും, പിന്നെ ഞങ്ങളെപ്പോൾ വരും എന്നറിയില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ 3 ആളെയും അവർ 2 പേരെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് ആലോചിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മളെപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ആദ്യം വരെ ഈ പെട്രോൾ പമ്പിലേക്കാണ്. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴിയിൽ പെട്രോൾ പമ്പിലൊന്നും നിർത്താറില്ല, ഒറ്റ പോക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ നടത്തറ പള്ളി, നമ്മുടെ കെസ് ബേബി അവിടെ ഉണ്ട്. അപ്പോൾ ആ നേരത്തൊന്നും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ അവിടുന്ന് ഈ വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഓർമ്മ മൊത്തം നമ്മൾ കല്യാണത്തിന് മുമ്പ്, കുട്ടികളുടെ കല്യാണത്തിന് മുമ്പ് എപ്പോഴും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ കോയമ്പത്തൂർക്ക് ഒരു യാത്രയുണ്ടായിരുന്നു കേട്ടോ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ ഞായറാഴ്ച ദിവസം കോയമ്പത്തൂരാവും, പിന്നെ ഇടയിലാണ് ബോംബെയിലും ബാംഗ്ലൂർക്കൊക്കെ പോകുക. അപ്പോൾ ആ ദിവസങ്ങളാണ് നമ്മളുടെ മനസ്സിൽ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആ കാര്യങ്ങളും ഞങ്ങൾ ആ വിശേഷങ്ങളൊക്കെയാണ്. അന്ന് കുതിരാനാണ്, മറ്റേ കയറ്റാണ്, അവിടെ ഒരു കുഞ്ഞ് അമ്പലമുണ്ട്, അമ്പലത്തിൽ കാശിട്ടിട്ട് പോകും, അതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മാറി. എന്താ പറയുക, ഭയങ്കര മാറി. നമ്മൾ ടണലിൽ കൂടെ മറ്റേ ബോംബെയിലൊക്കെ ഇത് കൂടെ പോണ പോലെയാണ് ഇവിടെയും ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് മഡ് ഹൗസിൽ വന്നപ്പോൾ ഇതിൽ കൂടി തന്നെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കി എത്തിയത് ഇവിടേക്കാണ്. പക്ഷേ എത്തിയ സ്ഥലം മോശമായില്ല, നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറിയപ്പോൾ നല്ലോണം ആളുണ്ടായിരുന്നു ആ സമയത്ത്, ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്ന് ഡിംപിളിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നമുക്കത് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഡിംപിൾ എപ്പോഴും പറയും, ഞാൻ എത്രയോ എനിക്ക് തോന്നുന്നു 18 ആവണതിൻ്റെ മുമ്പായിട്ട് ഫീൽഡിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡിംപിളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് പേരെടുത്തിട്ട് തന്നെയാണ് പറയുക. സാധാരണ എല്ലാവരും ക്യാരക്ടറിനെയും വെച്ചിട്ട് അറിയാം, പക്ഷേ ഡിംപിളിനെ എന്തോ ഡിംപിളല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഡെലിവറി സ്റ്റോറി കണ്ടു കേട്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഇന്നും ഒരു കുട്ടി, ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരു കൊച്ച് പറഞ്ഞു എനിക്ക് ട്വിൻസായിരുന്നു, ഞാൻ ചേച്ചിയുടെ ഡെലിവറി സ്റ്റോറി കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, മക്കളെ കൺസീവ് ചെയ്തിരിക്കുന്നവരാരും ഡിംപിൾ ചേച്ചിയുടെ ഡെലിവറി സ്റ്റോറി കാണരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, കുറേ പഴയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്
അങ്ങനെ പോന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വഴി അറിയാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകണോ അവിടേക്ക് നമ്മുടെ ഞങ്ങൾക്ക് ഗൂഗിൾ ചേച്ചി എന്താ പറയുക, നേരെ അവിടെ കൊണ്ട് ഇറക്കും. അങ്ങനെ ഞങ്ങൾ വന്നത് ഇവിടേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡിംപിളിൻ്റെ പല്ലന്നൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഗ്യാപ്പ് വന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, നല്ല ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊല്ലങ്ങൾ ചെല്ലും തോറും ഗ്യാപ്പ് കൂടി വന്ന് ഭയങ്കര വൃത്തികേടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ ഹരീഷ് മേനോനാണ് ഇവിടുത്തെ ഡോക്ടർ, ഇവിടുത്തെ എന്താ പറയുക ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. അപ്പോൾ ഡോക്ടർ അഭിജിത്തും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ആദ്യം കണ്ട ഒരു ഫീല് തോന്നിയില്ല കേട്ടോ. രണ്ടുപേരും അതെ നല്ലോണം സംസാരിച്ച് എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ് അപ്പോൾ ഞങ്ങൾ വേഗം ലോഞ്ചിൽ കൊണ്ടുവന്നിരുത്തി. നമ്മൾ ദയയിലും ഇത് തന്നെയാണ് പതിവ്, നമ്മൾ ലോഞ്ചിൽ വന്നിരിക്കാറ് പതിവ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദയയിലും ആസ്റ്ററിലും ഇവിടെയും മൂന്നും ഒരുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം എല്ലാവരും അതെ, സ്റ്റാഫായാലും ഡോക്ടേഴ്സായാലും അതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ അവിടേക്കൊന്ന് പോയിട്ട് കാണാമെന്ന്. അപ്പോൾ ഡിംപിൾ പറഞ്ഞു മമ്മിക്ക് ഇഷ്ടമാവണ സ്ഥലം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ, പിന്നെ ഗസ്റ്റുകൾക്ക് അതായത് ദൂരേന്ന് വരുന്ന പേഷ്യൻസിനായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ, ഇത് കുട്ടികളുടെ ഒരു സെക്ഷൻ. അപ്പോൾ ഇത് കണ്ടു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചത്. അപ്പോൾ ഈ മോള് ഞങ്ങളുടെ കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കവിടെ കയറിയപ്പോൾ എനിക്കൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ കയറിയതായിട്ട് ഫീൽ ചെയ്തില്ല. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡിംപിളിൻ്റെ ഫ്ലാറ്റ് പണിയണ കാരണം നമ്മുടെ മനസ്സിൽ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അങ്ങനെയുള്ള ഇങ്ങനെയായിരിക്കും എന്നൊരു തോന്നില്ല. അതുപോലൊരു ഫ്ലാറ്റിൽ കയറിയ ഒരു പ്രതീതി എനിക്ക് തോന്നിയത് കേട്ടോ. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, എല്ലായിടത്തും അതെ ഇത് ഒരു കിച്ചൺ. അപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ചോദിച്ചു ഇതാരാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഡോക്ടറുടെ വൈഫാണെന്ന്. എനിക്ക് എന്താ പറയുക, ഞാൻ അപ്പോൾ ഇവർ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വൈഫിനോട് പറയണം അസ്സലായിട്ട് എന്ന് പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇറങ്ങണതിന് മുമ്പ് മോളെ കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ എന്താ പറയുക ഡ്രസ്സിങ് റൂമുണ്ട്, പിന്നെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ കിച്ചൺ, വർക്ക് ഏരിയ എല്ലാതും ഉണ്ട്. ഇത് വർക്ക് ഏരിയ, അവരുടെ സാധനങ്ങൾ, ഇത് സ്റ്റോർ റൂം പോലെ. അത് അങ്ങനെ എന്താ പറയുക ഇവിടെ നിന്നാണെന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയും. ഇത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ വ്യൂ ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഇത് ഇവിടേക്കാന്ന് വെച്ചാൽ വന്നെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് വന്ന് ഞങ്ങളുടെ സമയമായപ്പോൾ ഡിംപിളിനെ കൊണ്ടുപോയി അവിടെ തന്നെയാണ് സ്കാനിങ്ങും എക്സ്റേ ഒക്കെ അതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഞാനും ഡാഡിയും ആ ലോഞ്ചിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഡിംപിളിനെ അവിടുത്തെ സ്റ്റാഫ് എന്നെ കൊണ്ടുപോയി ഓരോന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും ഒരു 1-1.5 മണിക്കൂർ നല്ലോണം പേഷ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു സമയം അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ലുലുവിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങിയിട്ടോ. കാരണം അപ്പോഴേക്കും അവിടെ പേഷ്യൻസിൻ്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുകയും ചെയ്യും, ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് മടങ്ങുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വന്നു. അങ്ങനെ ലുലുവിൽ വന്നപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പോൾ നിങ്ങൾക്കറിയാലോ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ കണ്ണ് പോവാൻ അങ്ങടാ. അപ്പോൾ സെയിം നമ്മളുടെ കയ്യിലുണ്ട്, ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ നമ്മളുടെ സെയിം ഡിസൈനുകളാണ് ഒരുവിധമൊക്കെ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഓരോ സ്റ്റോറുകൾ കയറി ഇറങ്ങി. കുട്ടികളില്ലാത്ത കാരണം വളരെ സന്തോഷത്തിൽ സാവകാശത്തിലാണ് കേട്ടോ കയറി ഇറങ്ങിയത്. കാരണം അവരുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്കറിയാലോ ഇപ്പം 3-4 വർഷമായിട്ടുള്ള അംഗം എവിടേക്കും പോകാൻ പറ്റില്ല. പോലൊക്കെ പോവും, പക്ഷേ ഒന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി ഇതേ ഓരോ ഭാഗങ്ങൾ കണ്ടു. അപ്പോൾ ലുലുവിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു സെക്ഷൻ ഞാൻ കണ്ടത് കേട്ടോ, ഗ്രില്ലിങ്ങിൻ്റെ ഒരു പോർഷൻ. അങ്ങനെ ഫുഡ് കഴിക്കണതിൻ്റെ തൊട്ട് മുമ്പ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാലഡ് എടുക്കാം. അപ്പോൾ ഡിംപിൾ തന്നെ സാലഡ് എടുത്തു. അപ്പോൾ ക്യാബേജ് ചിക്കൻ സോസേജ് സാലഡ് ഒരു വശത്ത്, പിന്നെ ചിക്കൻ ക്യാബേജ് സാലഡ് വേറെ വശത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും എടുക്കുക, എന്തായാലും രണ്ടും വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല.
സാലഡും സോസേജൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കോമ്പിനേഷൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് എടുക്കുക, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാതും കൂടി മിക്സ് ചെയ്തെടുത്തു. പക്ഷേ എനിക്ക് തോന്നി, എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല, തൃശ്ശൂരിനേക്കാളും കുറച്ചും കൂടി വില കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഇവിടെ. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡിംപിളും പറഞ്ഞു ശരിയാണ് മമ്മി പറഞ്ഞത് ശരിയാണെന്ന്. അങ്ങനെ NMR അപ്പ് ടൗൺ ഈറ്റ്സ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അവിടെ വന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഡാഡിക്ക് ചിക്കിങ് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ചിക്കിങ് ഓർഡർ ചെയ്യാം. അങ്ങനെ ഒരു ചിക്കിങ് ചെറിയ ഒരു പോർഷനാണ് കേട്ടോ, അത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിട്ടാ ചെയ്തേ, മറ്റേ മോമോസ് വാങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബേക്കറിയിൽ നിന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ പേസ്ട്രി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡിംപിൾ. 3 പേർക്ക് 3 ടൈപ്പ് പേസ്ട്രി വാങ്ങി. കാരണം 1 മണിക്കൂറുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സമാധാനത്തിൽ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 ഇതും ഷെയർ ചെയ്ത് കഴിച്ചു. എന്താ പറയുക, നല്ല കൂളായിട്ട് അവിടെ ഇരുന്ന് കുറേ വർത്താനവും പറഞ്ഞ്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മഡ് ഹൗസിൽ വന്നപ്പോഴത്തെ ആ ഒരു കാര്യവും പറഞ്ഞ്. കാരണം ഇങ്ങനെ സ്വസ്ഥമായിട്ടൊന്നും ഇരുന്ന് കഴിക്കണ സംഭവമേ ഉണ്ടായിട്ടില്ല, കുറേ കാലങ്ങളായി ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ പാച്ചു ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. സംഭവം കുട്ടികളുണ്ടാകുമ്പോൾ അതൊരു രസമാണ് കേട്ടോ, അതൊരു വേറൊരു ഇതാണ്. എന്നാലും എന്താ പറയുക, നമ്മൾ വളരെ ശാന്തമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാച്ചുവിനെ വിളിച്ചു. അപ്പോൾ ഡോൺ പോയിട്ട് പാച്ചുവിനെയും തോമൂനെയൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു പ്ലേ സ്കൂളിൽ നിന്ന്. പിന്നെ അവർ ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ എല്ലാവരും കൂടി കളിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാഷ്റൂമിൽ പോയപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് കുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷമായി. കുട്ടികളൊക്കെ നമ്മളെ ഡിംപിളിനെ കാണുമ്പോൾ ഓടി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആരും ഡിംപിളിനെ മറന്നില്ലല്ലോ എന്നൊരു തോന്നലാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആ കുട്ടികളോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാം. നമ്മുടെ പിള്ളേർസ് വീട്ടിലുണ്ടല്ലോ, അവർക്ക് സ്വീറ്റ്സിനേക്കാൾ അവർക്ക് ഐസ്ക്രീമും ഇതൊക്കെയാണ് ഇഷ്ടം. ഡിവൈനും ഡോണിനും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അവർക്കുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മിക്സ് ചെയ്ത് ഡിംപിൾ ഈ 2 പീസൊക്കെ പറഞ്ഞ് എല്ലാത്തിൽ നിന്നൊക്കെ എടുത്ത് വാങ്ങിക്കുമ്പോഴാണ് അവിടെ ഹൽവയുടെ ഒരു സെക്ഷൻ, ഒരു ഭാഗം ഫുൾ പലതരം ഹൽവ കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് 2 പേര് അവിടെ നിന്നിട്ട് ചിരിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ഹൽവ നല്ലതാണെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ തിരുനെൽവേലി ഗീ ഹൽവ. അപ്പോൾ സംഭവം ദേ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈനിന് കൊടുത്ത വഴിക്ക് ഡിവൈൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചു. ഞാൻ എൻ്റെ കൈയല്ല, ആ 2 പേരുടെ കൈയാണ് പിടിക്കേണ്ടത്. കാരണം അവർ പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ദേ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പാർക്ക് ഡിംപിൾ പറഞ്ഞത്, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ കേട്ടോ പാർക്ക്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ തിരുനെൽവേലി ഹൽവ ഉരുകുമെന്നുള്ള ചൂട്ടത്ത് ഇതാവുമെന്നുള്ള പേടിയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സേഫാക്കി സീറ്റിൻ്റെ അടിയിലൊക്കെ വെച്ച് ഞങ്ങളിതാ വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിംപിളിനോട് പറയായിരുന്നു ഇന്ന് ഫുൾ ഡേ എനിക്ക് റെസ്റ്റാണെന്ന്. കാരണം ചില ദിവസമാണ് ഇങ്ങനെ വീണ് കിട്ടുള്ളൂ. അപ്പോൾ ഡിംപിൾ പറയുകയും ചെയ്യും മമ്മി എല്ലാ ദിവസവും ഇങ്ങനെ ബിസി ആവാണ്ട് ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറയും. അങ്ങനെ കിട്ടിയ ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. അതും എനിക്ക് സന്തോഷമുള്ളൊരു ദിവസം. എനിക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്കങ്ങനെ ഇവർ വിളിക്കുമെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അയ്യോ പോകണ്ടായിരുന്നു, വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, എന്തോരം പണികൾ കഴിക്കേണ്ട സമയമായിരുന്നു എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഡിംപിളിനോട് പറയുകയും ചെയ്തു. കാരണം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ്. എനിക്ക് ഈ വീടുന്ന വരണേ കേട്ടോ. ഈ ഒരു ഇതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയറും എല്ലാതും ഭയങ്കര ഇഷ്ടമായി. കൂടെ ഈ കുട്ടികളെയും സ്റ്റാഫും നല്ല മക്കൾ എല്ലാവരും അതെ. അപ്പോൾ പ്രത്യേകിച്ച് ഡിംപിൾ വന്നിട്ട് പറയുന്നത് എല്ലാ കുട്ടികളും അതേ മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കുട്ടികളൊക്കെ. പിന്നെ ആ മോൻ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ മോളെ വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്തായാലും ഈ മോളെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞു അസലായിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത്രയും എന്താ പറയുക, അത്രയും ഭംഗിയായിട്ടാണ് ഓരോ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാഫ് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോളുടെ അച്ഛനും കൂടിയും ഇതിലെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഫോട്ടോ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കണ്ട് കഴിഞ്ഞിട്ടാണല്ലോ അച്ഛൻ പോയേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളതേ സന്തോഷത്തിൽ മടങ്ങാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ദിവസം ഒന്നും ചെയ്യാണ്ട്, നിങ്ങൾക്കറിയാം നേരം വെളുത്ത് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓടി നടക്കുന്ന ഞാൻ സ്വസ്ഥമായിട്ട് ഇതിനകത്താണ് റെസ്റ്റ് എടുത്തത്. പിന്നെ ലുലുവിൽ പോയി ഫുഡ് കഴിച്ചു. ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. പോയ കാര്യം അത് ഏറ്റവും ഭംഗിയായി. ഇപ്പോൾ ഡിംപിളുടെ ഇതിന് വേണ്ടിയിട്ടാണ് പോയത്.
ഏറ്റവും സന്തോഷമായി. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും എന്തിനെങ്കിലും പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് അവരോട് ഒരു അടുപ്പം അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ ഒരു സന്തോഷം തോന്നിയാൽ മാത്രമേ നമുക്ക് പിന്നീട് അത് പോകാനും തോന്നുള്ളൂ, നമുക്കും ഒരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ അത് ഇഷ്ടം പോലെ ഇവിടെ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ ഒക്കെ എന്താ പറയുക, രണ്ടുപേരും അതെ ഡോക്ടേഴ്സ് രണ്ടുപേരും എനിക്ക് ഡോക്ടേഴ്സെന്ന് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, ഞാൻ മക്കളേന്നാണ് വിളിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന കർത്താവ് ഞാൻ എന്തെന്നാ കുട്ടികളെ വിളിച്ചാവോ എന്നുള്ളത്. പക്ഷെ അവർക്ക് മനസ്സിലാവും, ഞാനും ഒരമ്മയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ വീടെത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. എൻ്റെ വിചാരം പിള്ളേർസ് 3 ആളും പുറത്തുണ്ടാവുന്ന, പക്ഷെ അവരൊക്കെ ഡാഡി ഇവിടെ ഡോണും ഡിവൈനും 3 പിള്ളേരും അകത്ത് തന്നെയായിരുന്നു. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 ആളും ഉറങ്ങിയിട്ടില്ല, ഇവിടെ ഉണ്ട്, ഉച്ചയ്ക്ക് 3 ആളും ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെല്ലണത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ അത് ദേ കൊടുത്ത് 3 ആളും ദേ 1 ബൈ 1 വന്നു വാങ്ങി. അപ്പോൾ ചാക്കോച്ചനെ നമ്മൾ എപ്പോഴും ഹൈ ചെയറിൽ ഇരുത്തിയിട്ടാണ് കൊടുക്കുക, കാരണം അവനങ്ങനെ പിടിച്ച് കഴിക്കാറായിട്ടില്ലല്ലോ. അപ്പോൾ അവൻ ഹൈ ചെയറിലാണ്. അപ്പോൾ അവൻ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേ പിള്ളേർസ് പാച്ചു അമ്മേനെ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അമ്മയ്ക്ക് അപ്പം നുണ പറഞ്ഞിട്ടാണ് പോയിണ്ടായിരുന്നത്. നുണയല്ല, പല്ലിൻ്റെ അവിടെ തന്നെയാണ് പോയത്. അമ്മയുടെ പല്ലെടുക്കാനാണ് പോയത്. അവന് ശീലമുണ്ടല്ലോ ഹാപ്പി ഹിപ്പോയിൽ പോയിട്ട്, അപ്പോൾ അതിനാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ അവൻ ചോദിക്കാം, അമ്മയ്ക്ക് വേദന എടുത്തോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവർക്ക് ഈ സ്വീറ്റ്സ് ഒന്നും വലിയ കാര്യമില്ല കേട്ടോ, അവരങ്ങനെ നോക്കിയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സമയം നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീട്ടിലെ ഏറ്റവും തിരക്കുള്ള സമയമാണ്. അതായത് ഡിംപിളും ഡിവൈനും കിച്ചണിലുണ്ടാവും, ഞാനും ഡാഡിയും ബിസിനസ്സിന് വേണ്ടിയിരിക്കും, ഡോണും പിള്ളേരും സിറ്റ് ഔട്ട് മറ്റേ ഹാളിലുണ്ടാവും. അങ്ങനെ ഞാൻ ഇന്ന് എളുപ്പപ്പണി ആയിക്കോട്ടെ വെച്ചിട്ട്, സാധാരണ ചപ്പാത്തിയാണല്ലോ പതിവ്. ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഇനി ചെന്നിട്ട് കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ്, പൊറോട്ട വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞു. ബട്ടർ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു ഡിവൈൻ, പക്ഷേ പൊറോട്ട ഫ്ലോപ്പായി പോയിട്ടാ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ വല്ല കുത്തു പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം, അതിനെ പറ്റുള്ളൂ. ഭയങ്കര മരം പോലെയുള്ള പൊറോട്ട, ഒട്ടും നന്നായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുട്ടികൾക്ക് വെച്ച കഞ്ഞി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് കഞ്ഞിയും ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു, അതും കൂടി എടുത്ത് ഉണക്കച്ചെമ്മീൻ, നല്ല ചൊടിയല്ലേ ചൂടുള്ള കഞ്ഞിയും ഉണക്കച്ചെമ്മീനും. അങ്ങനെ ദേ നമ്മളുടെ സ്വീറ്റ്സ്. അപ്പോൾ ഡിംപിൾ എടുക്കണ കണ്ട വിചാരിക്കും ഇത് മുഴുവൻ തിന്നുന്നു, മധുരം നുള്ളണ പോലെയാണ് അവൾ സ്വീറ്റ്സ് കഴിക്കട്ടോ. ഒന്നിനോടും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് പോയി. ഇത് നമ്മുടെ പിള്ളേർക്ക്, എൻ്റെ പിള്ളേർക്ക് 3 പട്ടിക്കുട്ടികൾക്കുള്ള ഇറച്ചിയാണ് കേട്ടോ. ഇന്ന് അവർക്ക് ചോറ് വാരി കൊടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവർക്കും ഇറച്ചി വെച്ച് കൊടുത്ത് 3 പേരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് നനയ്ക്കാണ്ട് കിടക്കാനായിട്ടൊരു സുഖമില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഡാഡി പറയും ഇന്നലെ നനച്ചതല്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ തിരിച്ച് പറയും നാളെ നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്ന് നനയ്ക്കാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഡാഡി എപ്പോഴും വഴക്ക് പറയും, ഇങ്ങനെ രാത്രി നേരത്ത് നിന്ന് നനയ്ക്കായിക്കുമെന്ന്. പക്ഷേ എനിക്കത് നനച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ പിള്ളേരെ അഴിച്ചിട്ടിട്ടാണ് ഞാൻ നനയ്ക്കാൻ നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, അവരെപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു പല്ല് പോലും ആ വഴിക്ക് വരില്ല. അങ്ങനെ അവരെ ഞാൻ വീണ്ടും പൂട്ടിയിട്ട് എൻ്റെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറായി. അപ്പോഴാണ് നമ്മുടെ ഭരണിയിൽ വൈൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ അതൊന്ന് എന്തായി എന്നറിയാൻ വേണ്ടി തുറന്നപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ 15 ദിവസമല്ല, കുറേ ദിവസമായി, ഈസ്റ്ററിൻ്റെ തലേ ദിവസം അങ്ങോട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇനി അത് അരിച്ചിട്ടൊന്ന് കരിച്ചൊഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴയത് കുറച്ച് ഇരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാവാം ഇതെടുക്കൽ, അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഭരണിയിലാണല്ലോ ഇരിക്കണേ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഈ വശത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിള്ളേരുകളൊക്കെ കിടന്നുറങ്ങാൻ പോയിട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവരൊക്കെ പോയി കിടന്നതിന് ശേഷമാണ് എൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കലണ്ടറിൽ നമ്മുടെ പാലക്കാട്ടത്തെ വിശേഷങ്ങളാണ്, പാലക്കാട് പോയതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ എല്ലാ ഭാഗങ്ങളും നോക്കി, എല്ലാ ഭാഗവും എന്താ പറയുക അതിൻ്റേതായ ഒതുക്കത്തിൽ തന്നെയാണ് കിടക്കണേ. അപ്പോൾ വെള്ളം ഇപ്പോഴും കുറേ കുട്ടികൾ പറയും കേട്ടോ, ഞങ്ങളും വെള്ളം വെച്ച് തുടങ്ങി ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടം. അതുപോലെ മാതാവിൻ്റെ രൂപം വെച്ച കാര്യങ്ങൾ. പിന്നെ ഒരു കുട്ടി ഇന്നലെ പറഞ്ഞു, എടത്തുവ പള്ളിയിൽ പോയപ്പോൾ മറ്റേ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപം വാങ്ങിച്ചു, എന്നിട്ട് ആൻറ്റി പറഞ്ഞ പോലെ അത് ചെയ്തു, പിന്നെ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, നാളേക്കുള്ളതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കാം, അപ്പോഴത്തേക്കും ഇതിൻ്റെ പരിപാടികളും കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ആ പണികളൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പം നവരത്നത്തിൻ്റെ നമ്മുടെ
കമ്മൽ കണ്ടമാനം പോയതാണ് കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോയത് നവരത്ന. അതുപോലെ ഈ ഡംബൽസിൻ്റെ നിങ്ങൾക്കറിയാം, നെക്ലസും വളയും മാലയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. ഇത് ലോക്കറ്റും കമ്മലും മാത്രമാണ്. ഇതിൻ്റെ തന്നെ സ്പ്ലിറ്റ് ബാങ്കിളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രീം കളക്ഷൻസ് എന്നുള്ള ചാനൽ അതെന്താണെന്നറിയില്ല, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ദിവസവും ഇത് കാണാൻ ശ്രമിച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വരും. ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നാളേക്ക് പാക്ക് ചെയ്യാനുള്ളത്. ആ പാലൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കഴിഞ്ഞ് പോയത്, അത് ഇഷ്ടം പോലെ നമുക്ക് ഓർഡർ വന്നിട്ടുള്ളതും കൊടുത്തിട്ടുള്ളതുമായ ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ഹിന്ദു ബ്രൈഡ്സിന് ഇടാൻ പറ്റിയ ഒരു മാലയാണ് കേട്ടോ. അത് ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ എന്താ വില, അപ്പോൾ നമ്മളുടെ വെച്ചാൽ ഹോൾസെയിൽ റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ എല്ലാ ഓർണമെൻറ്റ്സ് കേട്ടോ. ഇത് പിൻ ടൈപ്പാണ്. അതാണ് ഞാനത് കാണിച്ചത് പിന്നാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും നവരത്നത്തിൻ്റെ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, മറ്റേ സ്റ്റോണ് പോലെയല്ല, ഇത് മുത്താണ്. ഇത് നല്ലതരം റൂബിയും ജെയ്ഡും കൂടിയിട്ടുള്ള കമ്മലാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്നുള്ളത് ഇത് വോയിസ് ഓവർ കൊടുക്കുക, എഡിറ്റ് ചെയ്യുക. എഡിറ്റിങ് ഞാൻ ഒരു 3/4 ഭാഗം ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് തന്നെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ഗ്ലാസ് ചായയും കൊണ്ടാണ് പോയിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ് അത് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ടുള്ള സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കും അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഉറങ്ങി എണീറ്റിട്ട് ഒരു ചായ കുടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കതങ്ങോട്ട് ശീലമായിട്ടോ. അപ്പോൾ ചിലപ്പോൾ കാപ്പിയാവും, ചിലപ്പോൾ ചായയാവും. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഡിവൈൻ്റെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് കെട്ടണം. പക്ഷേ ഇതുവരെ നേരം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഇവിടുത്തെ കംപ്ലീറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേ നാളായി ഞാൻ ഈ ഒരു പോർഷൻ ശരിക്കും കണ്ടിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് അത്. എൻ്റെ മക്കളും പേരക്കുട്ടികളുമായിട്ടിരിക്കുന്ന ഒരു പോർഷൻ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വീണ്ടും വീട് ക്ലീനാക്കി. നാളെ കുട്ടികൾക്ക് വലിച്ചിടണമെങ്കിൽ ഞാൻ ഇന്ന് ഒതുക്കിയിടണം. അങ്ങനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പിള്ളേർസിൻ്റെ വണ്ടികൾ നിരന്നിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് അവരുടെ പാർക്കിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓരോ ദിവസത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണ കിടക്കുന്നതിന് മുമ്പ് ചാക്കോച്ചൻ ഗുഡ് നൈറ്റ് പറയണത്, പാച്ചു വരണതൊക്കെയാണ് കാണാറ്. പക്ഷേ ഇന്ന് എല്ലാവരും നേരത്തോടെ കിടന്നുറങ്ങിയിട്ടോ. കാരണം ആരും ഉച്ചയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആർക്കും ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ പിന്നെ കുറച്ച് നേരം കാറിൽ ഉറങ്ങിയ കാരണം എനിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇന്ന് ഫുൾ റെസ്റ്റ് അല്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.